ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാൻഡില സ്റ്റഡി സർക്കിൾ. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ഗ്രൂപ്പ് എക്സിലെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ GDക്കും ഇന്ത്യൻ നേവിയുടെ SSRലെ മാത്സും ഒക്കെ സെയിം സിലബസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എയർഫോഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് ജോലിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ ചോദ്യം, ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് 3,4 ആൻഡ് A,2 ഈസ് 8 യൂണിറ്റ്സ്, ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് A. ഓപ്ഷൻ എ 3 ± 2√5, ഓപ്ഷൻ ബി 2 ± 2√5, ഓപ്ഷൻ സി 1 ± √15, ഓപ്ഷൻ ഡി നൺ ഓഫ് ദസ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് രണ്ട് പോയിന്റുകൾ നൽകിയിട്ടുണ്ട്. അത് 3,4ഉം A,2 ആണ്. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് 8 യൂണിറ്റ് ആണ്. അങ്ങനെയെങ്കിൽ എയുടെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ ഡിസ്റ്റൻസ് കാണുന്നത്? മോഡ് ഓഫ് AB = രണ്ട് പോയിന്റുകൾ ഡിസ്റ്റൻസ് ഇവിടെ കാണുന്നത് √x2 - x1 the whole square plus y2 - y1 the whole square ആണ്. അപ്പോൾ ഇവിടെ ABയുടെ വാല്യൂ 8 ആണ്. 8 = √x2 എന്നുള്ളത് ഇവിടെ A ആണ്, x1 എന്നുള്ളത് ഇവിടെ 3 ആണ്. അപ്പോൾ A - 3 the whole square പ്ലസ് ഇനി y2 എന്നുള്ളത് 2 ആണ്, y1 എന്നുള്ളത് 4 ആണ്. സോ 2 - 4 the whole square. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യാം. സോ ഇവിടെ 64 = A - 3 the whole cube whole square പ്ലസ് ഇവിടെ 2 - 4 എന്നുണ്ടെങ്കിൽ -2 ആണ്. -2ൻ്റെ സ്ക്വയർ 4 ആണ്. സോ നമുക്കൊരു 4 ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ 60 = A - 3 the whole square വരും. അപ്പോൾ നമുക്കൊരു സ്ക്വയർ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? A - 3 = ഇവിടെ ±√60 എന്ന് വരും. സോ ഇനി നമുക്ക് ഇവിടെ ഈ ഒരു -3നെ സമത്തിന് പുറത്ത് എടുക്കുകയാണെങ്കിൽ അത് +3 ആയിട്ട് മാറും. സോ A = 3 ± √60. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ 3 ± 2√5 എന്നാണുള്ളത്. അതായത് ഈ ഒരു √60നെ നമുക്ക് എന്താക്കി മാറ്റാം? 4 × 15 ആക്കി മാറ്റാം. √4 × 15 എന്ന് പറഞ്ഞാൽ 2√15 ആണ്. സോ എന്ത് വരും ഇവിടെ? A = 3 ± 2√15. സോ ഓപ്ഷൻ A ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, അറ്റ് വാട്ട് പോയിന്റ് ദ ലൈൻ y = x+1 ഈസ് ടാൻജൻറ്റ് ടു ദ കർവ് y = 4x. ഓപ്ഷൻ എ 1, -2, ഓപ്ഷൻ ബി -2,1, 1,2, ഓപ്ഷൻ സി 1,2, ഓപ്ഷൻ ഡി നൺ ഓഫ് ദസ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കിവിടെ ഒരു ലൈനും ഉണ്ട്, ഒരു കർവും ഉണ്ട്. അപ്പം കർവ് y = 4x ആണ്, ലൈന് y = x+1 ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഇത് ഏത് പോയിന്റിലാണ് ഈ ഒരു y = x+1 y² = 4x ടാൻജൻ്റ് ആയിട്ട് മാറുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നൽകിയിരിക്കുന്നത് y² = 4x ദെൻ y = x+1 ആണ്. ഇതിലെ പോയിന്റ് ദാറ്റ് ഈസ് എക്സും വൈയും ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കണ്ടെത്തുന്നത് ഇതിൻ്റെ സ്ലോപ്പ് കണ്ടെത്തണം. സ്ലോപ്പിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സും വൈയും കണ്ടെത്താൻ പറ്റുള്ളൂ. സോ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് = സ്ലോപ്പ് ഓഫ് ലൈൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പം സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് അത് നമുക്ക് ഇതിൻ്റെ സ്ലോപ്പ് കാണണം. ഇതിൻ്റെ സ്ലോപ്പ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഉണ്ട്. സോ d/dx ഓഫ് y² = d/dx ഓഫ് എക്സ് എന്ത് വരും? 2y dy/dx = ഇവിടെ 4x ഉണ്ട്. സോ ഇവിടെ എന്ത് വരും? 4 വരും. സോ 2ഉം 4ഉം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 വരും.
സോ dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 2/y. അപ്പോൾ നമുക്ക് സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് കിട്ടി, അതെന്താണ് 2/y ആണ്. ഇനി നമുക്ക് സ്ലോപ്പ് ഓഫ് ലൈന് കാണണം. അപ്പം ഒരു ലൈനിൻ്റെ സ്ലോപ്പിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താ, y ഇസ് ഈക്വൽ ടു mx പ്ലസ് സി. സോ ഇതിൽ സിയുടെ വാല്യൂ 1 ആണ്, എക്സിൻ്റെ വാല്യൂ ഇവിടെ ഉണ്ട്, ദെൻ എമ്മിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഇവിടെ 1 ആയിരിക്കും. സോ എം ഇസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്കിനി ഈ ഒരു ഇക്വേഷൻ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ലൈനിൽ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 2/y ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. സോ y ഈസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് വൈൻ്റെ വാല്യൂ കിട്ടി. y എന്ന പോയിൻ്റ് എന്താണ്, 2 ആണ്. ഇനി നമുക്ക് എക്സിൻ്റെ പോയിൻ്റ് കിട്ടണം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എടുക്കാം. അതായത് y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. അപ്പോൾ വൈൻ്റെ വാല്യൂ 2 ആണ്. 2 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. സോ എന്ത് കിട്ടി, പോയിൻ്റ് 1,2. ഇതിലായിരിക്കും ഇത് ടാൻജൻ്റ് ആവുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ, 1,2. അടുത്ത ചോദ്യം, ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് സ്ക്വയർ വേർ എക്സ് ഗ്രേറ്റർ ദാൻ 1 ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ്. ഓപ്ഷൻ എ 2/x സ്ക്വയർ, ഓപ്ഷൻ ബി 1/x, ഓപ്ഷൻ സി 2/x, ഓപ്ഷൻ ഡി 1/x സ്ക്വയർ. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ലോഗ് എക്സ് സ്ക്വയർ ആണ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. അങ്ങനെയെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്നാണ് ചോദിച്ചത്. സോ ഇത് നമുക്ക് ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ ആണ്. സോ 1/x സ്ക്വയർ വരും. ഇനി എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 2x ആണ്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുകയാണെങ്കിൽ മുകളിൽ എക്സ് ഉണ്ട്, താഴെ എക്സ് സ്ക്വയറിൻ്റെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2/x ആണ് ഇതിൻ്റെ വാല്യൂ. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇവാലുവേറ്റ് ദ ഇൻ്റഗ്രൽ 0 to π/2 റൂട്ട് ഓഫ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ടാൻ എക്സ് പ്ലസ് കോട്ട് എക്സ്. ഓപ്ഷൻ എ π/6, ഓപ്ഷൻ ബി π/2, ഓപ്ഷൻ സി π/4, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു ഇൻ്റഗ്രൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കിതിനെ ഐ എന്ന് കൊടുക്കാം. സോ ഐ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2 റൂട്ട് ഓഫ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ടാൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് കോട്ട് എക്സ്. അപ്പോൾ നമുക്കിത് ഡയറക്റ്റായിട്ട് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡെഫിനറ്റ് ഇൻ്റഗ്രൽ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ദാറ്റ് ഈസ് integral 0 to a f of x is equal to integral 0 to a f of a minus x dx. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലോ ഇവിടെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇതെന്ത് വരും, ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നുണ്ട്. സോ ഇവിടെ ഇൻ്റഗ്രൽ 0 to π/2 tan π/2 minus x divided by root of tan π/2 minus x plus root of cot π/2 minus x എന്ന് വരും, x dx. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ എന്ത് വരും, ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2. ഇവിടെ ടാൻ π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞെങ്കിൽ കോട്ട് എക്സ് ആണ്. സോ റൂട്ട് ഓഫ് കോട്ട് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കോട്ട് എക്സ് പ്ലസ് റൂട്ട് ഓഫ് ഇവിടെ ടാൻ എക്സ് എന്ന് വരും. സോ നമുക്ക് സോൾവ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, ഇൻ്റഗ്രൽ 0 to π/2 റൂട്ട് കോട്ട് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കോട്ട് എക്സ് പ്ലസ് റൂട്ട് ഓഫ് ടാൻ എക്സ്. ഇനി നമുക്ക് ഈ ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. 1ഉം 2ഉം ആഡ് ചെയ്യാം. അപ്പം 1ഉം 2ഉം ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, ഐ പ്ലസ് ഐ ദാറ്റ് ഈസ് 2i ആണ്. 2i ഈസ് ഈക്വൽ ടു എന്ത് വരും, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. സോ ഇൻ്റഗ്രൽ 0 to π/2 ഇവിടെ റൂട്ട് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ടാൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് കോട്ട് എക്സ് പ്ലസ്, ഇപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് എഴുതുകയാണ് രണ്ടും കൂടെ. ഇവിടെ എന്ത് വരും, റൂട്ട് കോട്ട് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ്
cot x plus root tan x dx. സോ നമുക്ക് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്, ദാറ്റ് ഈസ് ടാൻ എക്സ് പ്ലസ് കോട്ട് എക്സ് ആണ്. സോ 2y is equal to integral 0 to pi by 2, നോമിനേറ്റർ root tan x plus root cot x ആണ്, ഡിവൈഡഡ് ബൈ root tan x plus root cot x dx. സോ മുകളിലും താഴെയും ഒരേ ടേമാണ്, സോ ഡിവൈഡ് ചെയ്ത് പോകും, 1 ആയിട്ട് മാറും. സോ 2y ഈസ് ഈക്വൽ ടു എന്ത് വരും, ഇൻറ്റഗ്രൽ 0 ടു പൈ ബൈ 2 dx. സോ 2y ഈസ് ഈക്വൽ ടു dxൻ്റെ ഡെറിവേറ്റീവ് x ആണ്. സോ x 0 ടു പൈ ബൈ 2. സോ അപ്പർ ലിമിറ്റ് കൊടുക്കുക, 2y ഈസ് ഈക്വൽ ടു പൈ ബൈ 2. ലോവർ ലിമിറ്റ് 0 ആണ്, നമുക്ക് ഐൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. സോ ഐ ഈസ് ഈക്വൽ ടു എന്ത് വരും, ഈ 2 താഴേക്ക് പോകും. സോ പൈ ബൈ 4. സോ പൈ ബൈ 4 ആണ് ഇതിൻ്റെ ആൻസർ. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, 2 letters are chosen from the letters of the word equations. The probability that one is vowel and other is consonant. ഓപ്ഷൻ എ 8/9, ഓപ്ഷൻ ബി 4/9, ഓപ്ഷൻ സി 3/9, ഓപ്ഷൻ ഡി 5/9. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു വേർഡ് ഇവിടെ നൽകിയിട്ടുണ്ട്, ഇക്വേഷൻസ്. അപ്പം ഈ ഒരു ഇക്വേഷൻസ് എന്ന ലെറ്ററിന്ന് നമ്മൾ 2 ലെറ്റർ എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്ന് കൺസണൻ്റ് ആയിരിക്കണം, ഒന്ന് വവൽ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്കിവിടെ നൽകിയിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻസ് എന്നുള്ള ഈ ഒരു വേർഡിൽ വവൽസ് നമുക്കറിയാം, ഇവിടെ ഇ ഉണ്ട്, യു ഉണ്ട്, എ ഉണ്ട്, ഐ ഉണ്ട്, ഒ ഉണ്ട്. സോ 5 എണ്ണം ഉണ്ട്. കോൺസണൻറ്റ് സൗണ്ട് എത്ര ഉണ്ട് ഇവിടെ, ക്യൂ ഉണ്ട്, ദെൻ ടി ഉണ്ട്, എൻ ഉണ്ട്, എസ് ഉണ്ട്, ദാറ്റ് ഇസ് 4 ആണ്. സോ ടോട്ടൽ ലെറ്റർ ഇവിടെ ഉള്ളത് ഇത് ടോട്ടൽ 9 ലെറ്ററാണ്. അപ്പം ഇതിന്ന് ഒരു വവലും ഒരു കോൺസണൻറ്റും എടുക്കുകയാണെങ്കിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും, 5c1 ഇൻറ്റു 4c1 ഡിവൈഡഡ് ബൈ 9c2 ആണ്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ 5c1 എന്തായിരിക്കും, 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. സോ ഇവിടെ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 താഴെ മുകളിലും ഉണ്ട്, അത് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ 5 ഡിവൈഡ് ബൈ 1 വരും, ദാറ്റ് ഈസ് 5 ആണ്. നെക്സ്റ്റ് 4c1 എന്തായിരിക്കും, 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. സോ ഇവിടെ 1 ഇൻറ്റു 2 ഇൻറ്റു 3 കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ 4/1 ദാറ്റ് ഈസ് 4 വരും. നെക്സ്റ്റ് 9c2 എന്ത് വരും, ഇവിടെ 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 7 ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ 8 ഇൻറ്റു 9 ആണ് മുകളിൽ ഉണ്ടാവുക, ഡിവൈഡഡ് ബൈ ഇവിടെ 2 ഫാക്ടോറിയൽ 2 ഉണ്ടാവും. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 9 36 വരും. സോ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും, 5 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 36 ദാറ്റ് ഈസ് 20/36. ഇത് വീണ്ടും സോൾവ് ചെയ്യുകയാണെങ്കിൽ 4 കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 5/9 വരും. സോ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, 5/9 ചാൻസസ് ആണ്. അടുത്ത ചോദ്യം, ഇഫ് ദ ലൈൻ y ഈസ് ഈക്വൽ ടു mx പ്ലസ് സി ഈസ് ദ ടാൻജൻറ്റ് ടു ദ പരാബോള y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4x, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് സി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ ഇവിടെ ഒരു പരാബോളയുടെ ഇക്വേഷൻ നൽകിയിട്ടുണ്ട്, ദാറ്റ് ഈസ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ax ആണ്. അപ്പം ഇതിന് ടാൻജൻ്റ് ആയിട്ടുള്ള ഒരു ലൈൻ ഉണ്ട്, ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു mx പ്ലസ് സി. അങ്ങനെയെങ്കിൽ സിയുടെ വാല്യൂ ഇതിൽ നിന്ന് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സി ഈസ് ഈക്വൽ ടു a/m ആണ്. ജസ്റ്റ് ആൻസർ ഓർത്തിരിക്കുക. ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ സിയുടെ വാല്യൂ എന്തായിരിക്കും, a/m ആണ്. സോ ഫ്രണ്ട്സ്, നമുക്കിതിലെ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെയും
അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടോ ചോദിക്കാം. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.